മഞ്ചേരി വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിന് സജ്ജമാവുകയാണ്. നിലവിലുണ്ടായിരുന്ന 50 വാർഡുകളിൽ നിന്നും മാറി 53 വാർഡുകളായിട്ടാണ് 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിനെ മഞ്ചേരി നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം സംവരണ സീറ്റുകൾ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. 53 വാർഡുകളിൽ 24 വാർഡുകൾ വനിതാ സംവരണമാണ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ 3 വാർഡുകൾ നെല്ലിക്കുത്ത് LPS, അമയങ്കോട്, വട്ടപ്പാറ എന്നിവ SC വിഭാഗത്തിനും സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കി 26 എണ്ണത്തിൽ കോടതിപ്പടി, വീമ്പൂര് എന്നിവ SC ജനറൽ വിഭാഗത്തിനും സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. 24 ജനറൽ വാർഡുകളാണ് പിന്നീടുള്ളത്. 2020 മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ മഞ്ചേരിയിൽ 65,043 വോട്ടർമാരാണ് പോൾ ചെയ്തത്. നിലവിലെ 50 വാർഡുകളിൽ UDF 27-നും LDF 24-നും മറ്റുള്ളവർ 9-നും. അതിൽ LDF സ്വതന്ത്ര കക്ഷികളുമുണ്ട്. 2015 NDAക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നെങ്കിലും 2020 NDAക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടില്ല. നിലവിൽ മഞ്ചേരിയിൽ SDPIക്ക് ഒരു വാർഡുണ്ട്. UDFന് കൃത്യമായ സ്വാധീനമുള്ള നഗരസഭയാണിത്. 2020 ആകെ പോൾ ചെയ്തതിന്റെ 49.5% വോട്ട് വിഹിതമാണ് UDF നേടിയത്. എങ്കിലും 2015 മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് LDF 2020 വോട്ട് വിഹിതം 7% ഉയർത്തി 37% നിന്നും 44% ഉയർന്നു എന്നത് LDF ക്യാമ്പിന് 2025 തെരഞ്ഞെടുപ്പിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. അടുത്ത 5 വർഷത്തെ ഗതി നിർണ്ണയിക്കുന്നതിൽ കന്നി വോട്ടർമാരുടെ രാഷ്ട്രീയം മഞ്ചേരിയിൽ പ്രാധാന്യമുള്ളതാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ മഞ്ചേരിയിലാണ്. അതിൽ കരട് പട്ടിക പ്രകാരം 14,731 കന്നി വോട്ടർമാരും മഞ്ചേരിയിലുണ്ട്. മഞ്ചേരിയിലെ തിരഞ്ഞെടുപ്പ് വിവരങ്ങൾ യഥാസമയം ജനങ്ങളിൽ എത്തിക്കാൻ ടീം 93 കേരള സജ്ജമായിട്ടുണ്ട്. ഫോളോ ചെയ്ത് അറിഞ്ഞിരിക്കുക എന്ന മഹത്തായ ദൗത്യത്തിൽ പങ്കാളികളാവുക.